ഹായ് കൂട്ടുകാരെ, എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് മത്തിപ്പീര ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. കുറച്ച് നാളികേരത്തിൽ ഒരു 4-5 ചുവന്നുള്ളിയും 2-3 വെളുത്തുള്ളി, 2 പച്ചമുളകും, കുറച്ച് നല്ല ജീരകവും, ഉപ്പും, അതായത് നമ്മുടെ അവിയലിൻ്റെ കൂട്ടാണ് ഇതെല്ലാം. എല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മീൻ ഇന്ന് ഞങ്ങൾക്ക് മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ എല്ലാവരും മീനും അരപ്പും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യണത്. നമ്മൾ ചെറുങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഉരുളി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീനുണ്ടല്ലോ, മത്തി, നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം മത്തിയാണെങ്കിൽ ഏത് മീൻ വെച്ചിട്ട് പീര ഉണ്ടാക്കിയാലും ഞാൻ കഴിച്ചു നോക്കാറേ ഇല്ല. കാരണം അതിൻ്റെ ആ സ്കിന്നിൻ്റെ കളർ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നീട് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനും ഒരു തൃപ്തി തോന്നും. എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചെറിയ മീനുകളല്ല കൂടുതലും നമ്മൾ ഈ ഒരു പീര വെക്കാനായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് ചട്ടി ചൂടാകുമ്പോൾ തന്നെ മീനും കുക്കായി കിട്ടും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. മീൻ പൊടിയാതെ തന്നെ മാക്സിമം നോക്കുക. ഒരു ചെറിയ കഷ്ണം കുടംപുളി ഞാൻ പിച്ചി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാളംപുളി ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ചില ആളുകളൊക്കെ മാങ്ങ ഇട്ടിട്ടൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. ഇപ്പോഴും മത്തിയാണെങ്കിൽ ഏത് മീൻ വെച്ച് പീര കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം എനിക്ക് ഇത് ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ചായി വന്നു. ഒത്തിരി മൊരിയും ചെയ്യണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിന്നിൻ്റെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ആ മീനിൻ്റെ സ്കിന്നിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണം, അത്ര മതി. അല്ലാതെ ഒരുപാട് ഡ്രൈ ആയിട്ട് മൊരിയൊന്നും വേണ്ട. ഇനി നമ്മൾ ആ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരപ്പ് അവിയലിൻ്റെ അതേ കൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇഞ്ചി ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി അധികമില്ല, 2-3 വെളുത്തുള്ളിയും പിന്നെ കൂടുതലും ചുവന്നുള്ളിയും പച്ചമുളകും നല്ല ജീരകവും ഉപ്പും മാത്രമാണ് മെയിനായിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂടി വെക്കുക. അതായത് ഈ ഒരു നാളികേരം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഓൾറെഡി മീൻ കുക്കാണ്, വേറെ പണിയൊന്നുമില്ല. ആ ചൂടിലിങ്ങനെ ഇരിക്കട്ടെ, സംഭവം സെറ്റാവും, അടിപൊളിയാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മത്തിപ്പീര ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്